നമ്മൾ ഈ സാധാരണ രാഷ്ട്രീയത്തിൽ കച്ചകെട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ പച്ചകെട്ടി എന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെ ഇപ്പോൾ ലീഗ് പച്ചകെട്ടിയ കഥയാണ് പറയുന്നത്. പച്ചകെട്ടി എന്തിനാണ്? ചുവപ്പ് റിബൺ കൊണ്ടാണ് പച്ച കെട്ടിയിരിക്കുന്നത്. ചുവപ്പ് റിബൺ എന്തിനാണ് കെട്ടിയത്? ചിലരോട് ബാൻ ചെയ്തിരിക്കുകയാണ്. ചിലരോട് പറഞ്ഞിരുന്നത് സോറി, നിങ്ങൾ പാണക്കാട്ടേക്ക് വരണ്ട, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വിളിക്കരുത്, മുനീർ സാഹിബിനെ വിളിക്കരുത്, അങ്ങനെ ആരെയും നിങ്ങൾ വിളിക്കരുത്. നിങ്ങൾ ദയവ് ചെയ്ത് 2 പ്രാവശ്യം മത്സരിച്ച് നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ, തോറ്റാൽ ചിലപ്പോൾ അവർക്ക് ഒരു അവസരം അവിടെ കൊടുക്കുമായിരിക്കും. 2 ടേം ജയിച്ചു വന്നവർ, അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകട്ടെ, ജില്ലാ പഞ്ചായത്ത് മെമ്പറാവട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരാകട്ടെ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരാകട്ടെ, നിങ്ങൾ 2 ടേം തുടർച്ചയായി മത്സരിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാൽ സലാം, നിങ്ങളിനി മത്സരിക്കരുത്. നിങ്ങൾക്ക് അടുത്ത പരിപാടി ആലോചിക്കാം, വേറെ സ്ഥാനങ്ങൾ കിട്ടുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് പൊസിഷൻസൊക്കെ വരുമല്ലോ, അപ്പോൾ ആലോചിക്കാം. അതുപോലെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി. കുടുംബാധിപത്യവും വേണ്ട, തുടർച്ചയായ ആളുകളും വേണ്ട. ഇത് വളരെ 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 പ്രധാനപ്പെട്ട രസകരമായ എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു തീരുമാനമാണ് ലീഗ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പാണക്കാട് തങ്ങൾ കുടുംബാംഗങ്ങൾക്കും പ്രധാനപ്പെട്ട നേതാക്കൾക്കും, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള ആളുകളാണല്ലോ ഇതിലെ പ്രധാനികൾ, അവരാണല്ലോ തീരുമാനമെടുക്കുന്നിടത്തുള്ളത്, അവർക്കെല്ലാം ഒരു ഗ്രീൻ സല്യൂട്ട്, പച്ച സല്യൂട്ട്. നല്ല രസമാണ് ആ തീരുമാനം. എല്ലാ പാർട്ടികളും ഇങ്ങനെ ചിന്തിക്കണം. പ്രത്യേകിച്ച് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എല്ലാവരും പല സ്ഥലങ്ങളിലും തുടർച്ചയായി മത്സരിക്കുകയാണ്. വേറൊരു മനുഷ്യനെ കയറ്റത്തില്ല. 7 പ്രാവശ്യം MP, 6 പ്രാവശ്യം MP, 5 പ്രാവശ്യം MP, 4 പ്രാവശ്യം MP, 3 പ്രാവശ്യം MP, പിന്നെ MLA, തുടർച്ചയായിട്ട് MLA. ചെറിയ പാർട്ടികൾ അങ്ങനെ ചിന്തിച്ചോട്ടെ. ഇപ്പോൾ കേരള കോൺഗ്രസ്, ജോസഫ് സാനെ പോലുള്ള ആളുകൾ, അവർ ചെറിയൊരു പാർട്ടിയാണ്, ഒരു വളരെ വലിയ പ്രസ്ഥാനമൊന്നുമില്ല, ഒരുപാട് നേതാക്കൾ ഇങ്ങനെ ഉണ്ടായി വരുന്നില്ല, സ്വാഭാവികമായിട്ട് പലർക്കും അവസരമൊന്നും കിട്ടുന്നില്ല എന്ന് പരാതിയുടെ പ്രശ്നമില്ല, അവർ ചെറിയ പാർട്ടികളാണ്. ഇപ്പോൾ RSP, കേരള കോൺഗ്രസ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പാർട്ടികൾ അങ്ങനെ വന്നു. പക്ഷേ ലീഗ് കുറച്ചുകൂടി വലിയ പാർട്ടിയല്ലേ, അവർക്ക് 10-24 സീറ്റുണ്ട്, 1-2 ജില്ല അവരുടെ കയ്യിലാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ വളരെ പ്രധാനപ്പെട്ട വലിയ തോതിലുള്ളൊരു പാർട്ടിയാണ്. അവിടെ ഒരുപാട് യൂത്ത് ലീഗ് നേതാക്കൾ വരുന്നുണ്ട്, PK ഫിറോസിനെ പോലെയുള്ളവർ, അങ്ങനെ കുറേ നേതാക്കളുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത്, ഈ യൂത്ത് ലീഗിലൊക്കെ ഒരിക്കലും പിന്നെ നമ്മുടെ KT ജലീലിൻ്റെ പേര് കേട്ടു, ഇപ്പോൾ PK ഫിറോസിൻ്റെ പേര്, വേറെ ആളുകളുടെ പേരൊന്നും കേൾക്കുന്നില്ല. ഈ ചർച്ചകളിലും മറ്റു കാര്യങ്ങളിലൊന്നും വേറെ കുട്ടി നേതാക്കളുടെ പേര് കേൾക്കുന്നില്ല. യുവാക്കൾക്ക് അവസരം കൊടുക്കുന്നുണ്ടായിരിക്കും ലീഗ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, യൂത്ത് ലീഗ് കൊണ്ടല്ലോ. പക്ഷെ അവർ പബ്ലിക്കായിട്ടൊരു ഫിഗറുകൾ ഉണ്ടായി വരുന്നില്ല. ഇനി അടുത്ത ലീഗ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് PK ഫിറോസിനെ പോലെ. PK ഫിറോസ് ഈസ് ഓക്കെ, അദ്ദേഹം അറിയപ്പെടുന്ന നേതാവായി കഴിഞ്ഞു. അതുപോലെ KM ഷാജി, ശരിയാണ്, ചെറുപ്പക്കാരനായിട്ട് വന്ന്, ഇപ്പോൾ ചെറുപ്പം കഴിഞ്ഞല്ലോ പുള്ളിക്കാരൻ. ബാക്കി ഈ ഒരുപാട് യൂത്ത് ആളുകൾ വരുന്നില്ല, അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക്, അല്ലാതെ നേതാക്കളായിട്ടുണ്ട് നിങ്ങളുടെ കൂടെ, പക്ഷെ പബ്ലിക് ഫിഗറുകളായിട്ട് വരുന്നില്ല, താരമൂല്യമുള്ളവരായിട്ട് വരുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ബാക്കി പാർട്ടികളും ഒരുങ്ങിയതായിട്ടാണ് കേൾക്കുന്നത്. പ്രത്യേകിച്ച് BJP. ഇപ്പോൾ ലീഗിൻ്റെ പറയുമ്പോൾ BJP ഉണ്ടല്ലോ, BJP കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും വലിയ ശക്തമായ മുന്നേറ്റത്തിനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പോൾ സീനിയർ നേതാക്കൾക്കാണ് ഈ പല സ്ഥലത്തെയും ചാർജ് കൊടുത്തിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചാർജ് കൊടുത്തിരിക്കുന്നു, വർക്കല മുനിസിപ്പാലിറ്റിയുടെ ചാർജ് V മുരളീധരന് കൊടുത്തിരിക്കുന്നു, കുമ്മനം രാജശേഖരന് ചെങ്ങന്നൂർ നഗരസഭയുടെയും അതുപോലെ പന്തളം നഗരസഭയുടെയും ചാർജ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ സുരേഷ് ഗോപിക്ക് പിന്നെ നമ്മുടെ തൃശ്ശൂർ നഗരസഭയുടെ ചാർജ് കൊടുത്തിരിക്കുന്നു, ജോർജ് കുര്യന് എറണാകുളത്തിൻ്റെ ചാർജ് കൊടുത്തിരിക്കുന്നു. അപ്പോഴും പാലക്കാട് ഗ്രൂപ്പ് പോലും തമ്മിൽ തന്നെ ഉള്ളതുകൊണ്ടൊന്നും അറിയില്ല, ആർക്കും ചാർജ് കൊടുത്തിട്ടില്ല. അതോ പാലക്കാട് EC വാക്കോവറാണെങ്കിൽ ആരുടെയും ചാർജിൻ്റെ ആവശ്യമില്ല എന്നുള്ള ചിന്തയാണോ അറിയില്ല, അത് അവരുടെ രാഷ്ട്രീയമാണ്, നമുക്കറിയില്ല. പിന്നെ 2020 വളരെ രസകരമായിട്ട് ഒരുപാട് സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു. 90% സ്ത്രീകളെ, അല്ലെങ്കിൽ 95% സ്ത്രീകളായിരിക്കും എന്നുള്ള വാദവും വെച്ചുകൊണ്ട് 2020 ചുവരെഴുത്ത് തന്നെ കുന്നത്തുനാടിലും ഭാഗത്തുമൊക്കെ ചുവരെഴുത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2020 വലിയ രീതിയിലേക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി CPM പരമ്പരാഗതമായ ഒരു രീതിശാസ്ത്രമുണ്ട്, അവർക്ക് പിന്നെ ചിട്ടയായ ഒരു പ്രവർത്തന ശൈലി ഉള്ളതുകൊണ്ട് അവർ ഭരണം എന്നൊക്കെ പറയുന്ന ഒരു വലിയ ആവേശം അത്ഭുതമൊന്നുമില്ല. കൃത്യമായ സ്ഥാനാർത്ഥി നിശ്ചയിക്കും, ആരെ നിശ്ചയിച്ചാലും അവരുടെ ജാതിയും മതവും നോക്കാതെ, പാർട്ടിയാണെങ്കിൽ ചിഹ്നമാണെങ്കിൽ പ്രവർത്തിക്കുക, അതൊരു വേറെ ചിട്ടയാണ്. കോൺഗ്രസ്സിലാണെങ്കിൽ കുറച്ച് തല്ലുവടിയൊക്കെ നടക്കും, ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും, എന്നാലും അവസാനം അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അപ്പോൾ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥികളാകും, ഇടതുപക്ഷത്തിൽ. പിന്നെ കോൺഗ്രസ് ഇപ്പോൾ വിശ്വാസ സംരക്ഷണ ജാഥയിലാണ്. അവരിനിപ്പോൾ അടുത്ത ദിവസം ഈ
18-ാം തീയതി നമ്മുടെ ചെങ്ങന്നൂർ പന്തളത്ത് ജാഥ സമാപനവും വലിയ സംഗമമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിലാണ്. എന്തായാലും ലീഗ് എടുത്തിരിക്കുന്ന ഈ തീരുമാനം, അവിടെ നിന്നാണ് നമ്മൾ ഇവിടെയൊക്കെ സഞ്ചരിച്ചത്, ലീഗ് എടുത്തിരിക്കുന്ന തീരുമാനം വളരെ ഗുണകരമാണ്, നല്ലതാണ്. 3 ടേം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 3 ടേം കൺസെപ്റ്റിലേക്ക് വരികയാണ്. അതിന് അപ്പുറം ആർക്കും കൊടുക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിച്ച, ഭാര്യ മത്സരിക്കുകയാണെങ്കിൽ ഭർത്താവും കൂടെ മത്സരിക്കേണ്ട കാര്യമില്ല, കാക്കയും താത്തയും കൂടെ വരേണ്ട കാര്യമില്ല, ഒരാൾ മതി. അതുപോലെ തന്നെ ഉപ്പാപ്പയും വാപ്പയും അങ്ങനെ പലരും വേണ്ട, ഒന്ന് മതി. ഇത്താത്ത ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു ഇത്താത്തയുടെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ലീഗ് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് അവർ താഴേക്ക് വിഷയം കൊടുത്തിട്ടുണ്ട് സർക്കുലറായി. വളരെ നല്ല തീരുമാനമാണ്. അതുപോലെ കോൺഗ്രസിനകത്തും ഈ സി പി എമ്മിനകത്ത് പിന്നെ അത്ര പ്രശ്നം. പിന്നെ ഈ പാരമ്പര്യമായി വരുന്ന ആളുകൾ, പരമ്പരാഗതമായി നിൽക്കുന്ന ആളുകൾ മാറിക്കൊടുക്കാത്തത് കോൺഗ്രസ്സിലാണ്. കോൺഗ്രസ്സും ഇതൊരു മാതൃകയാക്കണം. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞിരിക്കുന്നു പുതിയ ആളുകളെ കൊണ്ടുവരും, പുതിയ ആളുകളെ കൊണ്ടുവരും. പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ ചെറുപ്പക്കാരിയാണ്, അവർ ഇനി മത്സരിപ്പിക്കുന്നില്ല, ആയിട്ട് പോലും ഇനി മത്സരിപ്പിക്കുന്നില്ല. അവർ അസംബ്ലിയിലേക്ക് മത്സരിപ്പിക്കും. ചിലപ്പോൾ വട്ടിയൂർക്കാവിലോ നേമത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ എവിടെയെങ്കിലും ആര്യ രാജേന്ദ്രൻ മത്സരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവർ മേയർ എന്നുള്ള നിലയിൽ പ്രശസ്തി ആർജിച്ച ആളാണ്. അപ്പോൾ മത്സരിക്കാൻ സാധ്യത. അപ്പോൾ ദീപക്കിനെ, ശിശുക്ഷേമ സമിതിയുടെ ദീപക്കിനെ പോലുള്ള ആളുകൾ ചിലപ്പോൾ ചെറുപ്പക്കാരെയൊക്കെ ചിലപ്പോൾ പിന്നെ കോർപ്പറേഷനിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാ പാർട്ടികളും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെറുപ്പക്കാർക്ക് വലിയ സാധ്യത കൊടുക്കുന്ന ഒരു പാർട്ടിയായി മാറുന്നു. അപ്പുറത്താണെങ്കിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ രൂപത്തിൽ ചിന്തിച്ചു തുടങ്ങുന്നു. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിൽ നിൽക്കുന്നു. കുടുംബാധിപത്യവും രാജാധിപത്യവും ഒന്നും വേണ്ട, നമുക്ക് പുതിയ തലമുറയിൽപ്പെട്ടവർ വളർന്നു വരട്ടെ എന്ന് ചിന്തിക്കുന്നു. പിന്നെ ലീഗ് മറ്റൊരു കാര്യം കൂടി നടത്താൻ സാധ്യതയുണ്ട്. ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്ന് വരുത്താൻ അവർ കുറേ അധികം ആളുകളെ, പട്ടികജാതി പട്ടികവർഗക്കാർ, മുസ്ലിം ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ചിലപ്പോൾ സീറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട് കുറേ സ്ഥലങ്ങളിൽ. അങ്ങനെ ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്ന് പറയുന്നു. അപ്പോഴും കെ എം ഷാജി പറഞ്ഞൊരു വാക്ക് നിൽപ്പുണ്ട്, ഞങ്ങൾ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൊരു പാർട്ടിയാണ്, ഞങ്ങളിൽ കയറി മതേതരത്വം ഒന്നും ആരും കുത്തിവയ്ക്കേണ്ട, ഞങ്ങളുടെ ജോലി മുസ്ലിമിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണെന്ന് കെ എം ഷാജി പറഞ്ഞു. പക്ഷേ അത് ഷാജി പറഞ്ഞെങ്കിലും മറ്റ് നേതാക്കൾ അത് ഓണപ്പ് ചെയ്തില്ല, ആരും അത് കയറി പിടിച്ചില്ല. അതുകൊണ്ട് ഷാജിയുടെ ഒരു അഭിപ്രായമായിട്ട് അതങ്ങ് നിന്നു, എയറിൽ കിടന്നു. വേറെ ആരും കയറി അതിനെ പിടിച്ച് വഷളാക്കി കുത്തി നോവിച്ച് ഇല്ലാതാക്കിയില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, നമ്മുടെ ലീഗ് എടുത്തിരിക്കുന്ന നല്ലൊരു തീരുമാനമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനം. ഈ തീരുമാനത്തിന് ചുവട് പിടിച്ചുകൊണ്ട് മറ്റ് പാർട്ടികളും ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കണം. വളരെ വർഷം 2, 3, 4 ടേമൊക്കെ ആയിട്ട് തുടർച്ചയായി പഞ്ചായത്ത് പ്രസിഡൻ്റായി മത്സരിക്കുന്നവരും അല്ലെങ്കിൽ മെമ്പർമാരായിട്ട് നിൽക്കുന്നവരും ഒക്കെ ഒന്ന് മാറി ചിന്തിക്കുക. പുതിയ ആളുകൾ വരട്ടെ, പുതിയ തലമുറ വരട്ടെ, പുതിയ കുട്ടികൾ വരട്ടെ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഇപ്പം കാണുന്ന ഒരു പരിമിതി, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് PG ഡിഗ്രി കഴിഞ്ഞ് എഡ്യൂക്കേറ്റഡ് ആളുകൾ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, പ്രൊഫഷണലുകൾ, MBA-ക്കാർ, MSW-ക്കാർ, ഇത്തരക്കാരുടെ ഒരു കുറവുണ്ട് ജനപ്രതിനിധികളിൽ. ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് ധാരാളം, പക്ഷേ അതെല്ലാ പാർട്ടികളും ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഒരു നിശ്ചിത ശതമാനം ആളുകൾ, പ്രൊഫഷണലുകളെ കൂടി വയ്ക്കുന്ന രീതിയിൽ എല്ലാ പാർട്ടികളും തീരുമാനമെടുക്കണം. പക്ഷേ അത് CPM-നൊക്കെ ശക്തമായ തീരുമാനമെടുക്കാൻ പറ്റും. റിട്ടയർ ആയിട്ടുള്ളവരും സർവീസിലല്ല ഈ പ്രവർത്തിച്ചിട്ടുള്ളവരും തൊഴിൽരഹിതരുമായിട്ടുള്ള പ്രൊഫഷണലുകളെ പരമാവധി ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുക. അപ്പോൾ ഒരു 3-1 പ്രൊഫഷണലുകൾ വരട്ടെ, 50% സ്ത്രീകൾ വരും, പിന്നെ ഒരു 3-1 പട്ടികവർഗ്ഗക്കാർ വരും, ബാക്കിയുള്ളവർ പാർട്ടിയിൽ നിന്ന് എല്ലാ പാർട്ടിയിൽ നിന്ന് പറ്റേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു പുതിയ കോമ്പിനേഷൻ പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ തുടക്കമായിട്ട് ലീഗിൻ്റെ ഈ പ്രവർത്തനങ്ങളെ നമുക്ക് കാണാം.